ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ആക്ച്വലി ഞാൻ സംസാരിക്കാൻ പോകുന്ന രണ്ട് സിനിമകളെക്കുറിച്ചാണ്. ഒന്ന് ആദിത്യധർ, നമ്മുടെ ഉറി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായ ആദിത്യധറിൻ്റെ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, മാധവൻ, സാറ അർജുൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ദുരന്തർ എന്ന് പറയുന്ന സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പേര് ആദ്യം വന്നപ്പോൾ നമ്മൾ തമാശയായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ദുരന്തർ ദുരന്തമാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. ആയില്ല ആക്ച്വലി. ഈ സിനിമ ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3.5 മണിക്കൂറാണ്. അപ്പം നമ്മൾ സാധാരണ ഈ ദൈർഘ്യമുള്ള എല്ലാ സിനിമകളെക്കുറിച്ചും പറയുന്നൊരു കാര്യമാണ്, സിനിമ ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും ദൈർഘ്യം കൂടുന്ന സമയത്ത് എൻഗേജിങ് അല്ലെങ്കിൽ സിനിമ ഭയങ്കര ബോറടിക്കും. ഇവൻ ദോ സിനിമ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊമൈസ് ഉണ്ടെങ്കിൽ പോലും എൻഗേജിങ് അല്ലെങ്കിൽ ചിലപ്പം സിനിമ നമുക്ക് ബോറടിക്കും എന്ന് ഫീൽ ചെയ്യും. ദുരന്തർ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു 2 മണിക്കൂറുണ്ട്, സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ അങ്ങനെയാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സിനിമ കൊള്ളാം. ഞാൻ ഒരിക്കലും എന്താ പറയുന്നത്, ഒരു മോശം സിനിമ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാൽ ഓക്കെ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ അപ്പം മോശമാണോയെന്ന് വെച്ചാൽ ഇല്ല. എനിക്കൊരു ആവറേജ് കൊള്ളാം, വൺ ടൈം വാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ഒരു അനുഭവമായിരുന്നു. ഇത് എൻ്റെ സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്, ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ റിവ്യൂവും വരുന്നുണ്ട്. സോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് വെച്ചാൽ എനിക്കൊരു ആവറേജ് വൺ ടൈം വാച്ച് ആയിരുന്നു. ഈ സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്ക് ഈ സ്പൈ ആക്ഷൻ ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര ആ പരിപാടിയാണ് സാധാരണ കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ പിടിച്ചിരിക്കുന്ന ഒരു റോ പരിപാടിയാണ്. റോ സംഭവം, റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റോ അല്ല, റോ പരിപാടിയാണ്. ഇതിൽ വലിയ സ്റ്റൈലിഷ് പരിപാടികളോ അല്ലെങ്കിൽ ഭയങ്കര മറ്റെന്താ പറയുക 6 പാക്കൊക്കെ ഉള്ള അങ്ങനെയൊന്നുമില്ല. പുള്ളി ഫിറ്റാണ്, പുള്ളി ബോഡ്ലി ഫിറ്റാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കാണെങ്കിലും എല്ലാം അതിൽ എനിക്കൊന്ന് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു ഒരാൾ രൺവീർ സിംഗ് ആണ്. കാരണം ഇതിൽ രൺവീർ സിംഗിനെ ഒഴിച്ചു നിർത്തിയ ബാക്കിയുള്ള മെയിൻ ലീഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അർജുൻ റാംപിളിൻ്റെ കാര്യം മറന്നു, മെയിൻ ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് അർജുൻ റാംപിൾ, അക്ഷയ് ഖന്ന, മാധവൻ സാറ്, സഞ്ജയ് ദത്ത്. ഇവരുടെ കൂടെയൊക്കെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. കാരണം ഇവരൊക്കെ ഒരു കാലത്ത് എനിക്കൊന്നു ഭയങ്കര കിഡിലുമായിട്ട് നിന്ന, ഇപ്പോൾ വില്ലന്മാരായിട്ടാണെങ്കിലും നായകന്മാരായിട്ടാണെങ്കിലും കിഡിലുമായിട്ട് നിന്ന നടന്മാരാണ്. അപ്പം അവർക്കൊരു റേഞ്ചുണ്ട്, ആ റേഞ്ചിനൊത്ത് രൺവീർ സിംഗ് കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിയെ പലരും കളിയാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത്, ലൈക്ക് ഭയങ്കര. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി സിനിമയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ സിനിമ മൊത്തത്തിൽ പറഞ്ഞ ഒരു റോ ആക്ഷൻ സ്പൈ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സിനിമയാണ്. നല്ലൊരു പ്രിമൈസ് നല്ലോണം അവർ എടുത്തിട്ടുണ്ട്. അവർ ഈ 3.5 മണിക്കൂർ ഓക്കെ, എനിക്ക് പേഴ്സണലി 3.5 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മേ ബി ഒരു പ്രിജുഡൈസ് മൈൻഡോടെയാണ് ഞാൻ പോയിരുന്നത്. 3.5 മണിക്കൂർ സിനിമ എനിക്ക് സിനിമ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 3.5 മണിക്കൂർ, പക്ഷേ എന്നാൽ നിങ്ങൾ ഈ 3.5 മണിക്കൂർ കൊണ്ടാണ് അങ്ങനെയൊന്നുമല്ല. ചില കട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം സിനിമ ഒന്ന് ട്രിം ചെയ്തായിരുന്നെങ്കിൽ, ഞാൻ അത് പറയാൻ ആളല്ല, എന്നാലും ഒന്ന് ട്രിം ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിങ്ങൾ പേഴ്സണലി കണ്ടു നോക്കുക. ഒരു പക്ക റോ സ്റ്റൈലിഷ് അല്ലാത്ത ഒരു പക്ക റോ സ്പൈ ആക്ഷൻ ത്രില്ലറാണ് ദുരന്തർ. നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വൺ ടൈം വാച്ചാണ്. ഒരിക്കലും ഇത് വലിയ കാണുമൊന്നുമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയല്ല, നല്ല അത്യാവശ്യം കൊള്ളാവുന്നൊരു സിനിമയാണ്. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്നത്. അതിൽ എനിക്കൊന്ന് ഇപ്പോൾ ഒരുവിധം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു തുടങ്ങി. അക്ഷയ് ഖന്ന എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസ്, ഇതിൽ പുള്ളിയാണ് എന്താ പറയുന്നത്, മെയിൻ വില്ലൻ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു പെർഫോമൻസ് കിടലുമാണ്.
അർജുൻ റാംപൽ എനിക്ക് അത്യാവശ്യം കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. സഞ്ജയ് ദത്ത് നല്ലൊരു ക്യാരക്ടറാണ്. അപ്പം പുള്ളി എന്താ പറയുന്നത്, വലിയ പരിപാടികളൊന്നും ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട്, ഇത് ആക്ച്വലി 2 പാർട്ടാണ്. ഇതിൻ്റെ 2ാമത്തെ പാർട്ട് ജനുവരിയിൽ വരും, മാർച്ചിൽ വരും എന്ന് അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ആ സിനിമ, 2ാമത്തെ സിനിമ. 2ാമത്തെ സിനിമയിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പം എനിക്കറിയില്ല, ഇതിൻ്റെ ഒരു സിനിമയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് ക്രേസായിട്ടുള്ളവർക്ക്, സിനിമയെന്ന് മാത്രമല്ല ഏത് മേഖലയും ഏതൊരു ഹോബിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? ഇപ്പം ഞാൻ സിനിമ കാണുന്ന സമയത്ത്, ഇപ്പോഴല്ല, പണ്ടൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുമായിരുന്നു, എന്തിനാടാ ഇങ്ങനെ സിനിമ കണ്ട് എന്തും അതുകൊണ്ട് കിട്ടുന്നതെന്നുള്ളത്. നമുക്ക് സിനിമയെന്ന് മാത്രമല്ല ഏതൊരു ഹോബിയും നമുക്ക് മാനസികമായ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് വേണ്ടുന്ന സമയത്ത് അറിയാതെ ചില കാര്യങ്ങൾ, ഇപ്പം ചില പാട്ടുകളാവാം, ചില സിനിമകളാവാം, ചില ബുക്കുകളാവാം, നമുക്ക് തരുന്നൊരു ധൈര്യവും ഒരു ഉറപ്പുമുണ്ട്. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, വൺ ഓഫ് ദ സപ്പോർട്ട് സിസ്റ്റം സിനിമ തന്നെയായിരുന്നു. ഞാൻ സിനിമ കാണുമ്പം, അതിപ്പോഴാണെങ്കിലും സിനിമ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഒരു വീക്കെൻഡ് ആവുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഓക്കെ ഒരു വീക്കെൻഡിലൊരു സിനിമ കാണാമല്ലോ എന്നാണ്. അപ്പം അതേപോലെ ഭ്രാന്തമായിട്ട് എന്ന് പറഞ്ഞാൽ ക്രേസിലി സിനിമ കാണുന്നവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും. ഞാൻ അടുത്ത പറയാൻ പോകുന്ന സിനിമ അത് ആന്ധ്ര കിങ് താലൂക്ക എന്ന് പറയുന്ന സിനിമയാണ്. ഒരു തെലുഗു സിനിമയാണ്. ഞാനത് എന്താ പറയുക, കോട്ട് ചെയ്തതിന് പറയുന്നത് ഒരു തെലുഗു സിനിമയാണ്. അപ്പം ഒരു തെലുഗു ഫീൽ ഗുഡ് പടം ആണ് നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചില എലമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. അതെല്ലാം ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മഹേഷ് ബാബു പി, അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഉപേന്ദ്ര, രാം പൊത്തിനേനി എന്ന് പറയുന്ന നടൻ, ഇവർ രണ്ടുപേരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് ഇതിൽ, ഉപേന്ദ്ര എന്ന് പറയുന്ന നടനാണ് ആക്ച്വലി സ്റ്റാർ, രാം പൊത്തിനേനിയാണ് ഫാൻ. സോ ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ബയോപിക് ഓഫ് എ ഫാൻ എന്നാണ്. സോ ഇതാണ് ആ സിനിമ. ഇതിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ ഫാൻ ഒരു സ്റ്റാറിനൊരു പ്രശ്നം വരികയും ആ സമയത്ത് ആരാന്ന് പോലും അറിയാത്തൊരു ഫാൻ പുള്ളിയെ ഹെൽപ്പ് ചെയ്യുകയും, അതവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അതെന്തിനവൻ ചെയ്തു, അല്ലെങ്കിൽ എന്തിനാണ് അവനെ സഹായിച്ചതെന്നുള്ളതിൻ്റെ ഒരു ട്രാവലാണ്. പുള്ളി ഇറങ്ങിത്തിരിക്കുകയാണ്, അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി പുള്ളി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം പുള്ളി ഇറങ്ങിത്തിരിക്കുമ്പം ഇത് ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത് രാം പൊത്തിനേനിയുടെ ക്യാരക്ടറായ സാഗർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ലൈഫിലൂടെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, ലൈക്ക് ഏതൊരു പോയിൻ്റ് വഴിയാണ് പോയതെന്നുള്ളതാണ് സിനിമ. ഇപ്പം ഇത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സാഗർ എന്ന് പറയുന്ന ആൾ സൂര്യ എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഉപേന്ദ്രയുടെ ആ സ്റ്റാറിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പുള്ളിക്കൊരു റീസണുണ്ട്. അപ്പോൾ പുള്ളി ആ റീസൺ യൂസ് ചെയ്തിട്ട് പുള്ളിയുടെ ജീവിതത്തിൽ ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ലവ് സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ നായകൻ ഇതെങ്ങനെ നേരിടുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ഏറ്റവും ഉറപ്പായിട്ടുള്ള, അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദ സപ്പോർട്ട് സിസ്റ്റം, ആ സ്റ്റാർ പോലും അറിയാതെ ആ സ്റ്റാർ ആവുകയും അതെങ്ങനെ പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുന്നതാണ് സിനിമ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, ഒരു ലവ് സ്റ്റോറിയിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന ഒരാളുടെ മുമ്പിലോട്ട് ഇങ്ങനൊരു കഥ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇതിനകത്ത് ഒരു ലവ് സ്റ്റോറി നല്ല ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഭാഗ്യശ്രീ ബോർസെ, കാന്ത, മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞാലൊക്കെ അഭിനയിച്ച നായികയാണ്. പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുരളി ശർമ്മയുണ്ട്, ആ പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു തെലുഗു ഫീൽ ഗുഡ് എൻ്റർടൈനർ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു ഭയങ്കരമായിട്ട് ക്രേസിലി സിനിമ കാണുന്ന, അല്ലെങ്കിൽ ഭയങ്കര നമുക്കൊരു ക്രേസിനെസ് ഉണ്ട് സിനിമ. ഇപ്പം എനിക്ക് ഒരു സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു വൈബാണ്, ഭയങ്കര ഒരു മൂഡാണ് സിനിമ കാണുന്നതെന്ന് പറയുന്നത്. സോ ആ ഒരു മൂഡുള്ളവർക്കും പിന്നെ ഫാൻഡം അല്ലെങ്കിൽ ഫാൻ
അങ്ങനെയുള്ളവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പടമാണ് ആന്ധ്ര കിങ് താലൂക്ക്. കോട്ട് ചെയ്ത് ഞാൻ പിന്നെയും പറഞ്ഞു, ഒരു തെലുഗു പടമാണ്. സോ അതിൻ്റെ എല്ലാ എലമെൻസും ഉള്ളൊരു പടമാണ്. സോ ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു വാച്ച്, പ്ലീസ് ഡു ഹാവ് എ വാച്ച്. ഇതൊരു അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനി അടുത്ത വീഡിയോസ് നിങ്ങളുടെ അടുത്തോട്ട് പെട്ടെന്ന് വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.